ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ ഇറാനുള്ള അന്ത്യശാസനം നീട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 മണിക്കുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും തകർത്ത് കളയുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ട്രംപിന്റെ അന്ത്യശാസനം തള്ളിയ ഇറാൻ നെതന്യാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ മുഴുവൻ പ്രദേശങ്ങളും കത്തിച്ചാമ്പലാകുമെന്ന് ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സമാധാനകാംക്ഷികൾ വലിയ ഭയമാണ്. കാരണം ആനയും തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിലും ചുവട്ടിലെ പോച്ചയായി മാറുന്ന നമ്മുടെ ഇടപാട് തീരുമല്ലോ. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇറാന്റെ പർവ്വത നിരകൾക്കിടയിൽ കാണാതായ US സൈനികനെ തിരികെ എത്തിച്ചതോടെ 2 ദിവസമായിട്ട് മൗനം തുടർന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഇറാൻ ഭരണകൂടത്തിന് ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് ട്രംപ് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ തികച്ചും പ്രകോപനപരമായിട്ടുള്ള ഭാഷയിലാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച പല പദങ്ങളും അശ്ലീല പദങ്ങളാണ്. നമുക്ക് ഓണയറിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയോഗങ്ങളായിരുന്നു. ഇറാന്റെ പവർ പ്ലാന്റുകളും അതുപോലെ പാലങ്ങളും ഒക്കെ തകർക്കുമെന്നുള്ള ഭീഷണിയാണ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നുള്ള ട്രംപിന്റെ അന്ത്യശാസനത്തിന് ഇറാന്റെ മറുപടിയും വന്നിട്ടുണ്ട്. അവരുടെ പ്രസിഡൻഷ്യൽ ഓഫീസിലെ കമ്മ്യൂണിക്കേഷൻ ഡെപ്യൂട്ടി മെഹദി തബ്ദായിയാണ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധത്തിൽ ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കാണാതെ കടലിടുക്ക് തുറക്കില്ല. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് നടത്തിയ അശ്ലീല പദപ്രയോഗങ്ങളോടുള്ള രൂക്ഷമായ വിയോജിപ്പും ഇറാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഈ അന്ത്യശാസനം അത് വെറും വെപ്രാളം മാത്രമാണെന്നാണ്, അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് വെറും രോഷമാണെന്നും മെഹദി പറയുകയുണ്ടായി. എസ്കെൻ, അതേസമയം ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് ട്രംപിന്റെ ഈ ഭീഷണി വന്നതിന്റെ തൊട്ട് പിന്നാലെ എണ്ണ വിപണിയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് ഏതാണ്ട് $111 മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപ് നാളെ മാധ്യമങ്ങളെ കാണുമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാലിൻ ലെവിറ്റ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് അറിയിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 വൈറ്റ് ഹൗസിന്റെ ബ്രീഫിംഗ് റൂമിൽ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ചൊവ്വാഴ്ചത്തെ ഡെഡ് ലൈനിന് മുന്നോടിയായി ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ പറ്റി ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. എസ്കൻ, അതേസമയം ഈ ഇറാൻ US സംഘർഷം പരിഹരിക്കുന്നതിനായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ പാകിസ്ഥാൻ ഉണ്ടെന്ന് വലിയ തോതിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അവർക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധിയായിട്ടുള്ള അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ സൗകര്യമൊരുക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ആഗോള വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കുവാനുള്ള വെറും ഒരു തന്ത്രം മാത്രമാണ് ഈ പാകിസ്ഥാന്റെ ഈ മധ്യസ്ഥ സംബന്ധിച്ചുള്ള വാർത്തകളെന്ന് ANIക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇലാഖി പറഞ്ഞത്. എസ്കൻ, അതേസമയം ഈ ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ വിമാനത്തിലെ പൈലറ്റുമാരിൽ ഒരാളെ ലക്ഷിക്കുവാൻ എത്തിയ അമേരിക്കൻ സൈന്യത്തിന്റെ വിമാനങ്ങൾ തങ്ങൾ തകർത്തതായിട്ടും അവ ഇസ്ഹാനിൽ അടിയന്തരമായിട്ട് ഇറക്കേണ്ടി വന്നതായിട്ടും ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഹാരി അവകാശപ്പെട്ടു. അമേരിക്കൻ സൈന്യത്തിന്റെ പരാജയം പുറത്താകാതിരിക്കുവാൻ തകർന്ന വിമാനങ്ങൾ അമേരിക്ക തന്നെ ബോംബിട്ട് നശിപ്പിക്കുമായിരുന്നു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. എന്നാൽ അമേരിക്ക ഉപയോഗിച്ച പടുകൂറ്റൻ C-130 മിലിറ്ററി കാർഗോ വിമാനത്തിന്റെ മുൻവശത്തെ വീലുകൾ മണ്ണിൽ പൊതഞ്ഞതിനെ തുടർന്ന് ഉപേക്ഷിച്ചതിന് ശേഷം ഈ തെളിവുകൾ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ശത്രു രാജ്യത്തിന്റെ കൈകളിൽ കിട്ടിയാൽ ഉണ്ടാകുന്ന വലിയ കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് US മിലിറ്ററി തകർത്ത് കളഞ്ഞതായിട്ടാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളെ അലോസരപ്പെടുന്ന കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വൈറ്റ് ഹൗസിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യം പറയുന്നു, ഇറാൻ പറയുന്നു മറ്റുള്ള ഊർജ്ജ കേന്ദ്രങ്ങളും മറ്റുള്ള പ്രദേശങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും അതുപോലെ ജലസ്രോതസ്സുകളും ഒക്കെ തന്നെ തകർത്ത് കളയും എന്നാണ് ഇറാൻ്റെ കടുത്ത ഭാഷയിലുള്ള തിരിച്ചടി. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ആരിറങ്ങി വരും എന്നുള്ളതാണ് ഇപ്പം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.